നമസ്തേ, കഥകളതിസാഗരത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ കഥ നളചരിതം, മൂന്നാമത്തെ ദിവസം, മൂന്നാം ഭാഗം. കലി ബാധിച്ചു. നളരാജാവിനെ കലി ബാധിച്ചു. എങ്ങനെ? ഒരു ദിവസം സന്ധ്യാവന്ദനത്തിന് പോകുന്ന കൈകാലുകൾ കഴുകിയതിൽ ഇടതുകാലിൻ്റെ ഉപ്പുറ്റിയുടെ പുറകുഭാഗം നനഞ്ഞില്ല. വെള്ളമായില്ല എല്ലായിടത്തും ഒരുപോലെ. ആ പഴുതിലൂടെ ആ ഒരു ക്രിയ ഉണ്ടല്ലോ, കൈകാലുകൾ കഴുകുക എന്നുള്ളത് പൂർത്തിയായി ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ആ പഴുതിലൂടെ കലി രാജാവിൻ്റെ ശരീരത്തിൽ പ്രവേശിച്ചു. പുഷ്കരനൊരു കാളയെ കൊണ്ടു കൊടുത്തു. ആ കാളയെ വെച്ചുകൊണ്ട് നളനോട് പുഷ്കരൻ സ്വന്തം സഹോദരൻ നല്ല ചൂത് കളിക്കാനായിട്ട് വെല്ലുവിളിച്ചു. അങ്ങനെ നളരാജാവും നളമഹാരാജാവും സഹോദരനായ പുഷ്കരനും കൂടി അങ്ങോട്ട് ചൂത് കളിച്ചിട്ട് ആദ്യം തന്നെ ചോദിച്ചു, കിം പണയം, എന്താണ് പണയം, എന്ത് പന്തയം വെച്ചു രണ്ടാളും. അപ്പോൾ രാജാവ് പറഞ്ഞു, രാജകീയമായ ആടയാഭരണങ്ങളൊക്കെ പണയം വെച്ചു. ആദ്യത്തെ കളിയിൽ കലിയല്ലേ ബാധിച്ചിരിക്കുന്നത്, വയ്ക്കുന്ന കരുക്കളൊക്കെ തെറ്റായിട്ട് കളിച്ചു. അങ്ങനെ ആദ്യത്തെ കളിയിൽ തോറ്റു നളമഹാരാജാവ്. പുഷ്കരന് തൻ്റെ രാജകീയ വസ്ത്രങ്ങളും ആടയാഭരണങ്ങളും സർവ്വതും രാജകൊട്ടാരത്തിനകത്തുള്ളത് സർവ്വതും അങ്ങ് പണയം വെച്ചു. പണയം കൊണ്ടുപോയി പുഷ്കരൻ. ശരി, തോറ്റു കഴിഞ്ഞ് പിന്മാറുന്നത് ശരിയല്ല, അടുത്ത കളി ജയിക്കാം എന്നുള്ളൊരു മൂച്ചോടെ, ഒരാഗ്രഹത്തോടെ നളമഹാരാജാവ് വീണ്ടും ചൂത് കളിച്ചു. ദമയന്തി ഒക്കെ വളരെ സങ്കടപ്പെട്ടു. കലിയൊക്കെ ഒരുപാട് ദേഷ്യപ്പെട്ടൊക്കെ സംസാരിച്ചു. എന്താ കാര്യം? രാജാവ് പിന്മാറില്ല. കാരണം രാജാവിനെ കലി ബാധിച്ചിരിക്കുകയാണ്. കലി ബാധിച്ച രാജാവ് രണ്ടാമതും കളിച്ചു. രണ്ടാമത്തെ കളിയിൽ എന്തുണ്ടായി? പുഷ്കരൻ തന്നെ ജയിച്ചു. പുഷ്കരൻ ജയിച്ചു കഴിഞ്ഞപ്പോഴെന്തുണ്ടായി? രാജകൊട്ടാരം വീട് കൊടുത്തു. രാജകൊട്ടാരം അങ്ങോട്ട് പന്തയത്തിൽ പുഷ്കരനായി. അപ്പോൾ രാജാവിന് കൊട്ടാരത്തിൽ നിന്ന് ഇറങ്ങണ്ടേ? പിന്നെ മൂന്നാമത് കളിച്ചു. കൊട്ടാരത്തിൽ നിന്ന് ഇറങ്ങിയാൽ മൂന്നാമത്തെ കളിക്ക് ഇറങ്ങിയില്ലല്ലോ, ഇറങ്ങാറാവട്ടെ, അടുത്ത കളിക്കും പങ്കുവെച്ചു. എനിക്ക് ഇത്തവണ ജയിക്കാമല്ലോ, അപ്പം രാജകൊട്ടാരമൊക്കെ വീണ്ടും എടുക്കാമല്ലോ എന്നുള്ള മോഹത്താൽ അടുത്ത കളിക്ക് നളമഹാരാജാവ് തന്നെ തോറ്റു. കലിയുടെ ഒരു കാലം എന്തിനു പറയണു, അദ്ദേഹത്തിൻ്റെ രാജകീയമായ സമ്പത്തുക്കൾ, രാജ്യം, ഇതൊക്കെ പണയം വെച്ചു. ഇങ്ങനെ 3-4 പ്രാവശ്യത്തെ കളി കൊണ്ട് നളമഹാരാജാവിൻ്റെ രാജ്യവും നഷ്ടപ്പെട്ടു, കൊട്ടാരവും നഷ്ടപ്പെട്ടു, രാജകീയമായ സമ്പത്തും ഭൂപ്രദേശവും സർവ്വതും നഷ്ടപ്പെട്ടു. വേഗം തന്നെ വിശ്വസ്തനായ മന്ത്രിയെ വിളിച്ചു നളരാജാവ്. അവിടുന്ന് എണീക്കണതിന് മുമ്പ് സ്വകാര്യമായിട്ട് പറഞ്ഞു, ഞാനും ഭാര്യയും ദമയന്തിയും കൂടി കാട്ടിലേക്ക് പോവുകയാണ്, രാജ്യം ഉപേക്ഷിച്ച്. രാജ്യം ഒന്നും ഇപ്പം എൻ്റെ അല്ല, എല്ലാം പുഷ്കരന് പോയി. ചൂതുകളിയിൽ ഞാൻ തോറ്റതുകൊണ്ട്, പുഷ്കരൻ ജയിച്ചതുകൊണ്ട് പുഷ്കരനായി രാജ്യം, പുഷ്കരനായി രാജകൊട്ടാരം, രാജകീയ സമ്പത്തൊക്കെ പുഷ്കരനായി. എനിക്ക് ഭാര്യയും മക്കളും മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് എൻ്റെ കുട്ടികളെ ദമയന്തിയുടെ അച്ഛൻ്റെയും അമ്മയുടെയും അടുത്ത് കൊണ്ടുപോയാക്കും. അവർ കുട്ടികളവിടെ സുരക്ഷിതമായിട്ട് ജീവിക്കട്ടെ എന്ന് കരുതി മന്ത്രിയെ വിളിച്ച് കുട്ടികളെ അങ്ങോട്ട് കൊടുത്തയച്ചു. രാജാവും രാജ്ഞിയും ദമയന്തിയും കൂടിയിട്ട്, നളനും ദമയന്തിയും കൂടി കാട്ടിലേക്ക് അങ്ങോട്ട് പോവുകയും ചെയ്തു. സർവ്വം നഷ്ടപ്പെട്ടു ചൂതുകളി മൂലം. കലി ബാധിച്ചത് മൂലം നളന് ചൂത് കളിക്കേണ്ടി വന്നു. ചൂതുകളിയിൽ തുടരെ ഉണ്ടായ പരാജയം മൂലം രാജ്യം നഷ്ടപ്പെട്ടു, കൊട്ടാരം നഷ്ടപ്പെട്ടു, രാജകീയ സമ്പത്ത് മുഴുവൻ നഷ്ടപ്പെട്ടു, രാജകീയമായ ആടയാഭരണങ്ങൾ, ആഡംബരങ്ങൾ സർവ്വതും നഷ്ടപ്പെട്ടു. എല്ലാം നഷ്ടപ്പെട്ട നളനും ദമയന്തിയും കൂടി കാട്ടിലേക്ക് യാത്രയാവുകയും ചെയ്തു. കാട്ടിൽ ചെന്ന് ജീവിക്കാം, അവിടെ ചെന്നിട്ട് ജീവനും കൊണ്ട് കാട്ടിലേക്ക് ഓടിപ്പോവുകയും ചെയ്തു. ഇതാണ് അടുത്ത ദിവസത്തെ കഥ. നളചരിതം മൂന്നാമത്തെ ദിവസത്തെ കഥ. കാട്ടിൽ വെച്ചൊരു സംഭവം ഉണ്ടായി എന്ന് പറഞ്ഞാൽ, ഈ കലിയുടെ തന്നെ പ്രേരണയാൽ ഒരു രാക്ഷസൻ വന്ന്
ഇവരെ ദമയന്തിയെ പിടിച്ച് തിന്നാനും യുദ്ധം ചെയ്യാനും ഒക്കെ ഇടവന്നു. ദമയന്തി അതിൽ നിന്ന് തൻ്റെ പാതിവൃത്യം കൊണ്ട് രാക്ഷസനോട് പറഞ്ഞു, എന്നെ തൊട്ടുപോയാലുണ്ടല്ലോ ചുട്ടരിക്കും ഞാൻ, എന്നെ തുടരുതെന്ന് പറഞ്ഞു. നളനും ദമയന്തി തമ്മിൽ അങ്ങോട്ട് വേർപിരിഞ്ഞു. കാട്ടിൽ വെച്ച് കൂട്ടം തെറ്റി. അതെന്താന്ന് വെച്ചാൽ നളൻ തന്നെയാണ് ദമയന്തിയെ ഉപേക്ഷിച്ചത്. ആ കലി ബാധിച്ചത് കൊണ്ട് അങ്ങനെ തോന്നി. കാരണം എന്നെ കാണാണ്ടാവുമ്പോൾ ഇവള് അവളുടെ അച്ഛൻ്റെ അമ്മയുടെ അടുത്തേക്ക് പോക്കോളും. അപ്പോൾ കാട്ടിൽ കിടന്ന് കഷ്ടപ്പെടണ്ടല്ലോ, ഞാൻ മാത്രം കഷ്ടപ്പെട്ടാൽ മതിയല്ലോ എന്ന് വിചാരിച്ച് നളൻ ഉറങ്ങിക്കിടക്കുമ്പോൾ ദമയന്തിയെ ഉപേക്ഷിച്ച് അങ്ങോട്ട് പോവുകയും ചെയ്തു. അങ്ങനെയാണ് ഉണ്ടായത്. അപ്പോഴാണ് രാക്ഷസൻ വന്ന് ദമയന്തി ആക്രമിക്കാൻ നോക്കിയത്. ദമയന്തി തൻ്റെ പാതിവൃത്യം കൊണ്ട് ആ രാക്ഷസന് കീഴടങ്ങാതെ, രാക്ഷസന് തൊടാൻ പറ്റാതെ അദ്ദേഹത്തെ ചുട്ട് ചാമ്പലാക്കുകയും ചെയ്തു. പിന്നെ അങ്ങനെ കാട്ടിക്കൂടെ നളനെ അന്വേഷിച്ച് ഇങ്ങനെ നടക്കുകയാണ്. കാണാനേ ഇല്ല, നളനെ കാണാനില്ല. ഒരുപാട് കാട്ടിലകപ്പെട്ട് നളനും ദമയന്തി വേർപിരിഞ്ഞത് വരെയാണ് ഈ ദിവസത്തെ കഥ. ഞാൻ ഇവിടെ നിർത്തുകയാണ്. അടുത്ത ദിവസം 3-ാമത്തെ ദിവസം ഈ കഥ പറയും. 1, 2, 3-ാമത്തെ ദിവസം. അടുത്ത ദിവസം 4-ാമത്തെ ദിവസം നളചരിതം 4-ാം ദിവസം കഥ പറയുന്നതായിരിക്കും. ഇതുവഴി വന്നാലും ഇത്തിരി നേരമിരുന്നാലും കഥകൾ കേട്ടാലും കളിയായി പറയും കഥയാണേ, കാര്യം പറയും കഥയാണേ.